നമ്മളിനി പോകുന്നത് ഒരു വിവാഹ വീട്ടിലേക്കാണ്. മറിയം ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയം തെറ്റിച്ച ഒരാളാണ്. എൻ്റെ സമയം ആയിട്ടില്ല എന്ന് ആദ്യത്തെ അത്ഭുതത്തിനും ഈശോ പറയുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നതിൽ ചെയ്യുന്ന മറിയം പറയാം. അപ്പം മറിയത്തിന് സൂചന ഉണ്ടായിരുന്നു ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ആ നാട്ടിൽ ആർക്കും അറിയില്ല ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. പക്ഷെ അത് അമ്മയ്ക്ക് അറിയാമായിരുന്നുള്ളതാണ്. നമ്മൾ പോകുന്ന കാനായിലെ കല്യാണ വീട്ടിലേക്കാണ്. ഈ കഥയുടെ പേര് കാനായിലെ അത്താഴൂട്ട്. കാണാം. അത് മറിച്ചിട്ട് ഈ നശിച്ച പിള്ളേരും. അബി ഇവിടെ വന്നേ, ഇവിടെ വരാൻ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു മുറ്റത്ത് പോയി കളിക്കാൻ. അമ്മാമേ, അവരെ എന്നെ ഓടിച്ചിട്ട്. മോനിങ് വന്നേ. വേദനിച്ചോ? സാരല്ലാട്ടോ. അതെ, അമ്മമ്മ വലിയ ടെൻഷനില. കല്യാണ വീടല്ലേ, കൊറേ വിരുന്നുകാരൊക്കെ നാളെ വരാനുള്ളതാ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. നിങ്ങളെ അപ്പുറത്ത് പോയി കളിച്ചോ. ചെല്ല. നീ അവരെ പുന്നാരിച്ചോ. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്റെ സലോമി താത്തി, മൂത്ത മോന്റെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തോറ്റെങ്കില് നാളെ കെട്ടാൻ പോകുന്നവന്റെ കുട്ടികൾ കൂടി വന്നു കഴിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? ലയ, കൊറേ മക്കളുള്ളത് അനുഗ്രഹാടോ. സങ്കീർത്തകൻ പറയുന്നില്ലേ, മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരില്ല. എന്നിട്ടെന്താ, മേരിയുടെ അവനാഴിയിൽ ഒറ്റമ്പല്ലേ ഉള്ളൂ. ഉള്ള ഒരാളാണെങ്കിൽ കല്യാണം ഒന്നുമില്ലാതെ ആ കടപ്പുറത്ത് ചുറ്റി നടക്കുന്നുണ്ട്. ഞാനും അത് കേട്ടു മേരി. ജോസഫിന്റെ മരണശേഷം അവൻ എന്ത് നന്നായിട്ടാ കുടുംബം നോക്കിയേ. ഇപ്പൊ അവൻ എന്താ പറ്റിയേ? അവൻ വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ടോ? എന്റെ മോൻ കല്യാണം വിളിക്കാൻ ചെന്നപ്പോ നിന്റെ മോൻ കടപ്പുറത്തെ പിള്ളേരുമായിട്ട് കമ്പനി അടിച്ച് നടക്കുമായിരുന്നു. അതത്ര നല്ല കൂട്ടല്ലെന്നാ മോൻ പറഞ്ഞേ. അവന് കൊറേ സ്വപ്നങ്ങളുണ്ടോ. കുറച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലതും എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അവന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ശരിയുണ്ട്. ആ ശരി ഈ നാട്ടുകാർക്ക് എന്ത് മനസ്സിലാവാനാണ്? എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്താ ജോഷുവ? അതെ, ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞോ. അത് പിന്നെ ഇവരൊക്കെ നമ്മുടെ വീട്ടുകാരല്ലേ. ഇവിടെ എന്ത് രഹസ്യം? നീ പറയേ. അതെ, വീണിന്റെ കാര്യം പറയാനാണ്. ഒരു കൽബനയുടെ പകുതിയെ ഇനി വീണുള്ളൂ. ദൈവമേ, നാളെ ഇവിടെ വിരുന്നുകാരെ കൊണ്ട് നിറയും. അരഭരണി വീഞ്ഞ് എന്താകാനാ? നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും കിട്ടാനില്ല. ഗനസ്രത്തിലേക്ക് ആളയച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ദൂരം പോയി ഇനി എപ്പോ തിരിച്ചെത്താനാ? അവിടുത്തെ വൈൻ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ കാനായിലെ വൈനല്ലേ ബെസ്റ്റ്. അത് കുടിക്കാനാ എല്ലാവരും വരുന്നേ. ശേ, നാണക്കേടായല്ല. യഹോവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഈ വിധവയുടെ കണ്ണീര് നീ കാണുന്നില്ലേ? സലോമി എന്തിനാ വിഷമിക്കുന്നേ? സെറപ്തായിലെ വിധവയുടെ അടുത്തേക്ക് ദൈവം ഒരു ഏലിയായി അയച്ചില്ലേ? കലത്തിലെ മാവും കുടത്തിലെ എണ്ണയും പിന്നെ ഒരിക്കലും തീർന്നു പോയില്ലല്ലോ. അതുപോലെ ഈ വീട്ടിലും വീഞ്ഞൊരിക്കലും തീർന്നു പോവില്ല. നാളെ കല്യാണത്തിന് എന്റെ മോനും കൂട്ടുകാരും വരുന്നില്ലേ? എല്ലാം ശരിയാകും. അതെ, ഇവിടെ എത്ര കൽഭരണികളുണ്ട്? 6 അത് ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറക്കാനുള്ളതാ. അത് കഴുകി വൃത്തിയാക്കി വെച്ചോ. ആ പിന്നെ വെള്ളം നിറയ്ക്കണ്ട.
ഇതാരോടും പറയണ്ട. അത്ഭുതത്തിന് മുമ്പേ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഓരോ വീട്ടിലെയും കുറവുകൾ കാണാനുള്ളൊരു വല്ലാത്തൊരു മനസ്സും ഹൃദയവും നമ്മുടെ മറിയത്തിനുണ്ടെന്ന് കാണിക്കുന്നൊരു കഥയാണ്. നമുക്കറിയാം മറിയത്തിൻ്റെ മാധ്യസ്ഥം, മറിയം അത്രമേൽ ഇടപെടും എന്നുള്ളതാണ്. ഏറ്റവും തിരക്കുള്ള ആളെന്ന് വെച്ചാൽ മറിയം തന്നെയായിരിക്കും. നമുക്കിവിടെ എന്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറിയം.